ഹായ് എല്ലാവർക്കും നമസ്കാരം. എൽസ എക്സ്പ്ലെയിൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് APSനെ പറ്റിയിട്ടാണ്. അതായത് അക്കാഡമിക് ഇവാലുവേഷൻ സെൻറ്റർ. നമ്മൾ ജർമ്മനിക്ക് പോകുന്ന സ്റ്റുഡൻസിന് അറിയാം APS എന്താണ്, അതുപോലെ APSൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. അപ്പം ഒരു APS ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ APS നമുക്ക് നമ്മുടെ വിസ പ്രോസസ്സിങ് തൊട്ട് അറ്റ് ദ എൻഡ് നമുക്ക് വിസ കിട്ടുന്നവരെ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആധാർ കാർഡും പാൻ കാർഡും അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പറുമായിട്ട് കണക്റ്റഡ് ആണോ നോക്കുക എന്നുള്ളതാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് പാൻ കാർഡിൻ്റെ ആവശ്യമില്ല, പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി പ്രോസസ്സ് നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ആധാർ കാർഡും ഫോൺ നമ്പറും ലിങ്ക്ഡ് ആണെന്ന് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിജി ലോക്കർ ത്രൂ ആണ് എടുക്കാൻ പറ്റുക. നമ്മുടെ ഡോക്യുമെൻറ്റ്സിൽ ഡിജി ലോക്കർ വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ വെരിഫൈഡ് ഡോക്യുമെൻറ്റ്സ് എടുക്കണമെങ്കിൽ നമ്മുടെ ആധാർ കാർഡും ഫോൺ നമ്പറും ലിങ്ക്ഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് ഡിജി ലോക്കറിൽ നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് വരുന്നത് നമ്മുടെ 10th-ൻ്റെയും 12th-ൻ്റെയും സർട്ടിഫിക്കറ്റ് എടുക്കുന്ന സമയത്താണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇത് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സും ഫ്രം 10th to നമ്മുടെ എവിടെയാണോ നമ്മൾ പഠിച്ച് നിർത്തിയിരിക്കുന്നത്, ബാച്ചിലേഴ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, കൺസോളിഡേറ്റ് കാർഡ്, ഫൈനൽ സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ PG കഴിഞ്ഞ ആളും ഈ സെയിം ഡോക്യുമെൻറ്റ്സ് തന്നെയാണ് നമ്മൾ കളക്ട് ചെയ്തെടുക്കേണ്ടത്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ് നമ്മൾ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യുമ്പോൾ എല്ലാം അറ്റ് എ ടൈം കളക്ട് ചെയ്ത് കീപ്പ് ചെയ്ത് വെക്കുക. നമ്മൾ ഈ പ്രോസസ്സ് തുടങ്ങിയതിന് ശേഷം കളക്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഡോക്യുമെൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ APSൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം APSൻ്റെ പ്രോസസ്സ് നമുക്ക് വൺസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വൺസ് നമ്മുടെ മെയിൽ ID-യും ഒഫീഷ്യൽ മെയിൽ ID-യും പാസ്പോർട്ട് നമ്പറും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് APS ചെയ്യാൻ പറ്റാണ്ട് വരും. അതുകൊണ്ട് APSൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എല്ലാ ഡോക്യുമെൻറ്റ്സും കളക്റ്റഡ് ആയിരിക്കണം. അതുപോലെ APS എന്താണ്, എങ്ങനെ ചെയ്യണം എന്നുള്ള ഐഡിയ ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും അസിസ്റ്റൻസോട് കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം വൺസ് ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് ചെയ്ത് എല്ലാം ചെയ്യാന്ന് പറയുമ്പോൾ ടഫാണ്. ബിക്കോസ് APSന് നമുക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ കസ്റ്റമർ കെയർ സർവീസ് നമ്പേഴ്സ് ഒന്നുമില്ല. നമുക്ക് മെയിൽ ത്രൂ മാത്രമാണ് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുക. നമ്മുടെ എൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ പ്രോസസ്സിൻ്റെ എൻഡിലാണ് നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഫോമും ഡീറ്റെയിൽസും ഒക്കെ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും പക്കയാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ മറ്റൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2018 തൊട്ടുള്ള ആൾക്കാർക്കാണ് നമ്മുടെ ഡിജി ലോക്കർ ത്രൂ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നടത്താൻ പറ്റുക. അതായത് PG അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് എല്ലാ യൂണിവേഴ്സിറ്റീൻ്റെ ഡോക്യുമെൻറ്റ്സ് ഡിജി ലോക്കറിൽ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കൺസേൺഡ് യൂണിവേഴ്സിറ്റിയുമായിട്ട് മെയിൽ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ APSന് വേണ്ടി വെച്ചിട്ടുണ്ട്, അവിടുന്ന് വെരിഫിക്കേഷൻ വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാൻ പേഴ്സണലി ചെയ്തിട്ടുണ്ടായിരുന്നത് MG യൂണിവേഴ്സിറ്റീൻ്റെ ആണ്. അപ്പോൾ MG യൂണിവേഴ്സിറ്റിയിൽ നമുക്കൊരു പേയ്മെൻ്റ് ഉണ്ട് പെർട്ടിക്കുലർലി ഈ വെരിഫിക്കേഷൻ മെയിൽ പോകുന്നതിന്. അപ്പം ആ ഒരു മെയിൽ മാത്രമേ പോകുള്ളൂ, നമുക്കതിന് വേറെ കൺഫർമേഷൻ ഒന്നുമില്ല. പക്ഷെ നമ്മൾ പ്രയറായിട്ട് യൂണിവേഴ്സിറ്റിയിൽ എൻക്വയറി ചെയ്ത് മെയിൽ ത്രൂ അത് കൺഫേം ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിൽ മാത്രമേ APS നമ്മളെ കോൺടാക്ട് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ APS വേറൊരു കാര്യത്തിനും കോൺടാക്ട് ചെയ്യില്ല. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പക്ക ആണെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഒന്നും APS വഴി ഉണ്ടാവില്ല. ഫൈനലി നമുക്ക് ആ സർട്ടിഫിക്കറ്റ് മാത്രം അവർ തരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒറിജിനൽ ആയിരിക്കണം. നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒറിജിനൽ ആയിരിക്കണം. ആ ഒറിജിനലിൻ്റെ കളർ കോപ്പിയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഡോക്യുമെൻറ്റ്സിലും പാസ്പോർട്ടിലും പേര്, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. വൺസ് നമുക്ക് APS കിട്ടിയിട്ട് ഇതെല്ലാം റിവേഴ്സ് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ വെൻ യു സ്റ്റാർട്ടിങ് ആൻ ആപ്ലിക്കേഷൻ
നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പം അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് വേണം പോകാൻ. നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ഇനീഷ്യലി ഇത്രയും ഡീറ്റെയിൽസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വരുന്ന എപ്പിസോഡ്സിൽ നമ്മളിതൊരു പാർട്ട് ബൈ പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. വരുന്ന എപ്പിസോഡ്സിൽ കളക്റ്റഡ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഡോക്യുമെൻറ്റ്സ് എങ്ങനെ അറേഞ്ച് ചെയ്യണം, ഡോക്യുമെൻറ്റ്സിൽ എന്തൊക്കെയാണ് നോട്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെ പ്രോസസ്സ് ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ എങ്ങനെയാണ് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ പ്രോസസ്സിനെയും പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് വരുന്ന വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് ഒരു ചെക്ക് ലിസ്റ്റ് കിട്ടും. ഇങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് അവൈലബിൾ ആണ്. ഈ ചെക്ക് ലിസ്റ്റിലാണ് നമ്മൾ ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തൊക്കെ വെക്കണം എന്നുള്ളത്. ഇതൊരു 3 പേജിൻ്റെ ഫോം നമുക്ക് കിട്ടും. ഇതിൻ്റെ അകത്ത് ഒരു ഫോം നമുക്ക് സൈൻ ചെയ്ത് കൊടുക്കാനുള്ളതുണ്ട്. അപ്പം പ്രോസസ്സ് കംപ്ലീറ്റ്ലി കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ എൻഡ് സ്റ്റേജിലുള്ള ആ ആപ്ലിക്കേഷൻ ഫോം സൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം നമ്മൾ റീസെൻ്റ്ലി ഒരു 6 months ഓൾഡ്, നോട്ട് ലെസ് ദാൻ 6 months ഓൾഡ് വരുന്ന ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടി അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പം പിന്നെ വേറെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് വേണോ APS കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടെന്നുള്ളത്. അത് മാൻഡേറ്ററി അല്ല. നമ്മുടെ കയ്യിൽ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ടും APSന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 2 years ആണ്. അപ്പോൾ അതുകൊണ്ട് APS സർട്ടിഫിക്കറ്റിൻ്റെ കൂട്ടത്തിൽ അത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതാണ് ബെറ്റർ. അപ്പോൾ നമുക്ക് പിന്നീടും നമ്മൾ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് മാറ്റിയാലും APSും അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. APS നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം APS എടുക്കുന്നത് കൊണ്ടുള്ള 3 ബെനഫിറ്റ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തേത് നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സിന്, നമ്മൾ അഡ്മിഷൻ വെക്കുമ്പോൾ അഡ്മിഷൻ പ്രോസസ്സിന് നമുക്ക് APS മാൻഡേറ്ററി ആണ്. മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് നമുക്ക് APS ഇല്ലാണ്ട് ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റത്തില്ല. അപ്പം APS ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ അഡ്മിഷൻ പ്രോസസ്സ്. നമ്മൾ യൂണിവേഴ്സിറ്റി ത്രൂ ആവാം, യൂണിവേഴ്സിറ്റി പോർട്ടൽ ത്രൂ ആവാം ആപ്ലിക്കേഷൻ വെക്കുന്നത്. അപ്പോൾ ഒക്കെ നമുക്ക് APS മാൻഡേറ്ററി ആണ്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ് APSൻ്റെ ത്രൂ വെരിഫൈ ചെയ്ത് വന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ജെനുവിൻ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മുടെ എന്നുള്ള പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കുന്നത്. ആൻഡ് ഫൈനലി വിസ പ്രോസസ്സിങ്ങിന് നമ്മുടെ APS നമ്പർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ APS എടുക്കുന്നത്. അപ്പം അഡ്മിഷൻ വെക്കാനും വിസ പ്രോസസ്സിങ്ങിനും അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ ജെനുവിനിറ്റി കാണിക്കാനും വേണ്ടിയിട്ടാണ് APS എടുക്കുന്നത്. സോ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ എങ്ങനെ APS ചെയ്യും, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ മിസ്റ്റേക്സ് വരുത്താൻ പാടില്ല എന്നുള്ളത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഓരോരോ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നമുക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് നമ്മുടെ കോൺടാക്റ്റും ഡീറ്റെയിൽസും എല്ലാം താഴെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം. നമ്മളൊരു മെയിൽ ID കൊടുത്തിട്ടുണ്ടാവും, അത് ത്രൂ മെയിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാം. എങ്ങനെയാണോ നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് വേണ്ടത് ഈസി ആയിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ 24/7 അവൈലബിൾ ആണ്. എനി ഡൗട്ട് റിഗാർഡിങ് APS നമ്മൾ സ്മൂത്തായി ക്ലിയർ ചെയ്യുന്നതായിരുന്നാണ്. അതുപോലെ തന്നെ APS പ്രോസസ്സും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വരുന്ന വീഡിയോസിൽ ബാക്കി ഫർദർ പ്രൊസീജിയേഴ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.